അവസരങ്ങൾ ഒരുക്കി കൊടുത്ത് ഡി ബ്രൂയിനും ഗോളടിച്ചു കൂട്ടി ഹാളണ്ടും കളം നിറഞ്ഞപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തകർപ്പൻ ജയം. FA കപ്പ് 5-ാം റൗണ്ടിൽ ലുട്ടൺ ടൗണിനെ 2-നെതിരെ 6 ഗോളുകൾക്കാണ് സിറ്റി തകർത്ത് തരിപ്പണമാക്കിയത്. സിറ്റിയുടെ 6 ഗോളിൽ 5 ഗോളും നേടിയത് എർലിംഗ് ഹാളണ്ടായിരുന്നു. ഹാളണ്ട് നേടിയ 5 ഗോളുകളിൽ 4-നും വഴിയൊരുക്കിയത് ഡി ബ്രൂയിനെയും. ലുട്ടൻ്റെ മൈതാനത്ത് 3-ാം മിനിറ്റിൽ ഡി ബ്രൂയിൻ്റെ അസിസ്റ്റിൽ ഹാളണ്ട് സിറ്റിക്കായി ഗോൾ വേട്ട ആരംഭിച്ചു. പിന്നീട് കൃത്യമായ ഇടവേളകളിൽ ഡി ബ്രൂയിൻ ഹാളണ്ടിനെ കണ്ടെത്തി. 18-40 മിനിറ്റുകളിലും ഡി ബ്രൂയിനയുടെ അസിസ്റ്റിൽ ഹാളണ്ട് ഹാട്രിക് പൂർത്തിയാക്കി. ആദ്യ പകുതി അവസാനിക്കും മുൻപ് ക്ലാർക്കിൻ്റെ മികച്ച ഷോട്ടിലൂടെ ലുട്ടൺ 1 ഗോൾ മടക്കിയതോടെ ആദ്യ പകുതി 3-1 അവസാനിച്ചു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ 51-ാം മിനിറ്റിൽ ക്ലാർക്ക് ഒരിക്കൽ കൂടി സിറ്റി വലയിൽ പന്തെത്തിച്ച് സന്ദർശകർക്ക് മേൽ സമ്മർദ്ദമുയർത്താൻ നോക്കി. എന്നാൽ ഹാളണ്ടും ഡി ബ്രൂയിനും കാര്യങ്ങൾ ആദ്യ പകുതിയിലേതുപോലെ റിപ്പീറ്റ്. ലുട്ടൻ്റെ 2-ാം ഗോൾ വീണ 4 മിനിറ്റ് പിന്നിടും മുൻപേ ഹാളണ്ട് തൻ്റെ 4-ാം ഗോൾ നേടി. 3 മിനിറ്റുകൾക്കുള്ളിൽ 5-ാം ഗോളും. ഇത്തവണ ബെർണാഡോ സിൽവയായിരുന്നു ഹാളണ്ടിനെ കണ്ടെത്തിയത്. 72-ാം മിനിറ്റിൽ സ്റ്റോൺസിൻ്റെ അസിസ്റ്റിൽ 25 വാര അകലിൽ നിന്ന് തൊടുത്ത ഷോട്ടിലൂടെ കൊവാച്ചിച്ച് സിറ്റിയുടെ 6-ാം ഗോളും വിജയവും പൂർത്തിയാക്കി. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ 58% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ച മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിൽ 17 ഷോട്ടുകളാണ് തൊടുത്തത്. 15 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 521 പാസുകൾ 86% കൃത്യതയോടെ മാഞ്ചസ്റ്റർ സിറ്റി പൂർത്തിയാക്കി. 14 ഷോട്ടുകളാണ് ലുട്ടൺ ടൗൺ തൊടുത്തത്. 7 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 377 പാസുകൾ 82% കൃത്യതയോടെ ലുട്ടൺ ടൗൺ പൂർത്തിയാക്കി. ഇനി മാർച്ച് 3-ന് മാഞ്ചസ്റ്റർ ഡെർബിയിലാണ് സിറ്റി കളത്തിലിറങ്ങുക. സിറ്റിയുടെ മൈതാനത്താണ് മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.